ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരുമോ? എല്ലാവരും വല്ലാത്ത പ്രതീക്ഷയിലാണ്. മുത്തുനബി തങ്ങൾ എന്നെ ചൂണ്ടിക്കാണിക്കുമെന്ന വല്ലാത്ത പ്രതീക്ഷയിൽ പ്രിയപ്പെട്ട സ്വഹാബത്ത് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുമ്പോ ആ പരിശുദ്ധമായ മസ്ജിദ് നബവിയിലേക്ക് ഒരു സ്വഹാബി കടന്നു വരികയോ. മിനൽ അൻസാർ, അൻസാരികളിൽപ്പെട്ട ഒരു പാവപ്പെട്ട ഒരു പ്രിയപ്പെട്ട സ്വഹാബി ഉണ്ടല്ലോ. എടുത്തുകൊണ്ട് പള്ളിയിലേക്ക് കടന്നു വന്നപ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഹുവ മിൻ അഹ്ലിൽ ജന്ന, അയാൾ സ്വർഗത്തിലാണ് സ്വഹാബ, അയാൾ സ്വർഗത്തിലാണ് സ്വഹാബ. അങ്ങനെ രണ്ടാമത്തെ ദിവസം കടന്നു വന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രിയപ്പെട്ട സ്വഹാബത്തിനോട് ചോദിക്കുന്നുണ്ട്, സ്വഹാബത്തെ, സ്വർഗത്തിലേക്ക് പോകുന്നൊരു മനുഷ്യനെ കാണിച്ചു തരട്ടെയോ? അവരെല്ലാവരും പറഞ്ഞു, യാ റസൂലല്ലാഹ്, അതേ നബിയേ, ഞങ്ങൾക്ക് കാണിച്ചു തരുമോ? രണ്ടാമത്തെ ദിവസമുണ്ടല്ലോ, ഈ ഒന്നാമത്തെ ദിവസം കടന്നു വന്ന സ്വഹാബി ഉണ്ടല്ലോ, അയാൾ തന്നെ രണ്ടാമത്തെ ദിവസം കടന്നു വന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഹുവ മിൻ അഹ്ലിൽ ജന്ന, അയാൾ സ്വർഗത്തിലാണ്. അങ്ങനെ മൂന്നാമത്തെ ദിവസമുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പറയുന്നുണ്ട്, സ്വഹാബാ, സ്വർഗത്തിലേക്ക് പോകുന്നൊരു മനുഷ്യനെ കാണിച്ചു തരട്ടെയോ? ബലാ യാ റസൂലല്ലാഹ്, അതേ നബിയെ കാണിച്ചു തരുമോ? മൂന്നാമത്തെ ദിവസമുണ്ടല്ലോ, ഈ മനുഷ്യനെ ചൂണ്ടിക്കാണിച്ചപ്പോ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല അൻഹു ആ നബി തങ്ങൾ ചൂണ്ടിക്കാണിച്ച സ്വഹാബിയുടെ കൂടെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വിരുന്നിന് പോവാണ്. ആരാണ്? അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു. 3 ദിവസം നബി തങ്ങൾ ഒരു മുഹാജിർ അൻസാരിയായ സ്വഹാബിയെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഇയാൾ സ്വർഗത്തിലാണ് സ്വഹാബ എന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പൊ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു ആസ് തങ്ങൾക്ക് വല്ലാത്ത സംശയം, എന്തുകൊണ്ടാണ് മുത്തുനബി തങ്ങൾ 3 ദിവസം അടുപ്പിച്ചിട്ട് ഇയാൾ സ്വർഗത്തിലാന്ന് പറഞ്ഞത്? അപ്പൊ എന്തോ ഒരു പ്രത്യേകമായ ഒരു അമൽ ഇയാൾ ചെയ്യുന്നുണ്ട്, അത് എന്താണെന്ന് കണ്ടുപിടിക്കണം എന്ന ചിന്തയോടെ അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു ആസ് തങ്ങൾ ഇയാളെ വീട്ടിലേക്ക് വിരുന്നിന് പോവാണ്. പറഞ്ഞില്ല എന്തിനാ പോയതെന്ന് പറഞ്ഞില്ല, വിരുന്നു പോയി. ഒപ്പം ഒന്നാമത്തെ ദിവസം രാത്രിയായപ്പോ ഉറങ്ങാതെ ശ്രദ്ധിക്കാൻ എന്ത് അമലാണ് ഇയാൾ പ്രത്യേകം ചെയ്യുന്നത്. ഒന്നാമത്തെ ദിവസം കഴിഞ്ഞു, അങ്ങനെ പ്രത്യേക അമലൊന്നും കണ്ടില്ല. രണ്ടാമത്തെ ദിവസം കഴിഞ്ഞു, മൂന്നാമത്തെ ദിവസം കഴിഞ്ഞു, നാലാമത്തെ ദിവസം തിരിച്ചു പോരാൻ നിൽക്കുമ്പോ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, പ്രിയപ്പെട്ട സ്വഹാബ, പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളെ വീട്ടിലേക്ക് വിരുന്നിന് വന്നത് ഇന്ന കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. നബി തങ്ങൾ 3 ദിവസം നിങ്ങളെ സ്വർഗത്തിൽ ഞാൻ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു. എന്ത് കാരണം കൊണ്ടാണ് മുത്തുനബി തങ്ങൾ നിങ്ങൾ സ്വർഗത്തിലാണെന്ന് 3 ദിവസം നിങ്ങളെ ചൂണ്ടിട്ട് പറഞ്ഞത്? അപ്പൊ എന്തൊരു പ്രത്യേകമായ ഒരു കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അത് എന്താണെന്ന് അറിയാനുള്ള വല്ലാത്ത ആവേശത്തോടെ വല്ലാത്ത ആർത്തിയോടെയാണ് ഞാൻ കടന്നു വന്നതെന്ന് പറയുമ്പോ എന്നിട്ട് ബഹുമാനപ്പെട്ടവരെ പറയുന്നു, ഓ പ്രിയപ്പെട്ടവരെ, ഞാൻ നിസ്കരിക്കുന്ന അത്ര പോലും നിങ്ങൾ നിസ്കരിക്കുന്നില്ല, ഞാൻ ദിക്ർ ചൊല്ലുന്ന അത്ര പോലും നിങ്ങൾ ദിക്ർ ചൊല്ലുന്നതിനാ കണ്ടുപോയിട്ടില്ല, ഞാൻ അമൽ ചെയ്യുന്ന അത്ര പോലും നിങ്ങൾ അമൽ ചെയ്യുന്നതിനാ കണ്ടിട്ടില്ല. പിന്നെ എന്തുകൊണ്ടോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങൾ സ്വർഗത്തിലാണ് എന്ന് 3 ദിവസം അടുപ്പിച്ച് പറഞ്ഞത്? അതിന്റെ കാരണം എന്തോ? ബഹുമാനപ്പെട്ട സ്വഹാബി പറയുന്നുണ്ട്, പ്രിയപ്പെട്ട തങ്ങളെ, നിങ്ങളുടെ അത്രയൊന്നും സുന്നത്തിനാ അനുസ്കരിക്കുന്നില്ലോ, നിങ്ങളുടെ അത്രയൊന്നും ദിക്റിനാ ചൊല്ലുന്നില്ലോ, നിങ്ങളുടെ അത്രയൊന്നും സ്വലാത്തിനാ ചൊല്ലുന്നില്ലോ. പിന്നെ എന്തുകൊണ്ടെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഞാൻ സ്വർഗത്തിലാണെന്ന് പറയാൻ കാരണം എന്തെന്നറിയുമോ? ആ സ്വഹാബി പറയുന്നു, തങ്ങളെ, ലാ ഇല്ല വലാ ഇശാ വലാ ഹസദ അലാ ഖൈരി അതാഹുല്ലാഹ്, നിങ്ങളത്ര ദിക്റൊന്നുമില്ല, നിങ്ങളത്ര ഇബാദത്തൊന്നുമില്ല, പിന്നെ എന്തുകൊണ്ടാ എന്റെ ഹബീബിനെ സ്വർഗത്തിലാണെന്ന് പറഞ്ഞതെന്നറിയുമോ? ലാ ഇല്ല വലാ ഇശ വലാ ഹസദ, എനിക്കൊരാളോടും വെറുപ്പില്ല, ഒരാളോടും ദേഷ്യമില്ല, ഒരാളോടും കുശുമ്പില്ല, വലാ ഹസദ അലാ ഖൈരി അതാഹുല്ലാഹ്,
ഒരാൾക്ക് അല്ലാഹു തആല കൊടുത്ത നന്മയില് എനിക്ക് അസൂയയില്ല പ്രിയപ്പെട്ട തങ്ങള്. എന്റെ മനസ്സ് നല്ലതാണ്, എന്റെ ഹൃദയം ശുദ്ധിയുള്ളതാണ്. അതുകൊണ്ടാണ് മുത്തുനബി തങ്ങൾ പറഞ്ഞു പോയത് ഹുവ മിൻ അഹ്ലിൽ ജന്ന, അയാൾ സ്വർഗ്ഗത്തിലാണ് സ്വഹാബ. ഹൃദയം എന്റേത് ശുദ്ധിയാണ്. എനിക്കൊരാളോട് വെറുപ്പില്ല, ഒരാളോട് കുശുമ്പില്ല, ഒരാളോട് കുനിറ്റില്ല, പകയില്ല, ദേഷ്യമില്ല, അസൂയയില്ല. നല്ല ഹൃദയത്തിന്റെ ഉടമയാണ് ഞാനെന്ന് ആ പ്രിയപ്പെട്ട സ്വഹാബി പറയുമ്പോ, നല്ല ഹൃദയത്തിന്റെ ഉടമയായി നമ്മൾ മാറുമ്പോഴേ നമുക്കും വിജയം കിട്ടുള്ളൂ. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഹൃദയം എപ്പോഴും ശുദ്ധിയാവണം. കാരണം പടച്ചുറപ്പിന്റെ നോട്ടം ആ ഹൃദയത്തിലേക്കാണല്ലോ. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ